ശാപങ്ങൾ പലതരത്തിലുണ്ട്. തുർവാസാവിൻ്റെ ശാപം നമുക്കറിയാം. തുർവാസാവിന് ഒരു മാല കിട്ടിയപ്പോൾ, സന്തോഷം കിട്ടിയ മാല എന്ത് ചെയ്തു, എനിക്കെന്തിനാ മാല എന്ന് വിചാരിച്ചു വേഗം അത് ദേവേന്ദ്രൻ കൊടുത്തു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, അത് കുളിച്ച് സുന്ദരനായിട്ടുള്ള അതെന്ന് വെച്ചാൽ ആനപ്പുറത്ത് ഐരാവതത്തിന് പുറത്ത്, വെളുത്ത ആനയാണ്, ഐരാവതത്തിന് പുറത്ത് വെച്ചു. ആനയല്ലേ, അതിന് ഈ പ്രാണികളൊക്കെ കഴിക്കുക, പുഷ്പങ്ങളുള്ളിടത്ത് വണ്ട് വരും. വണ്ടൊക്കെ അടിച്ചപ്പോൾ ദേഷ്യം എടുത്ത് താഴെയിട്ട് ചവിട്ടിക്കൂട്ടി. ഇത് ദുർവാസാവ് അറിഞ്ഞു. ദുർവാസാവിന് ദേഷ്യം, ഞാൻ കൊടുത്ത ഹാരം മണ്ണിലിട്ട് ചവിട്ടിക്കൂട്ടി, എന്നാൽ നിനക്ക് ജരാനരകൾ പറ്റും, സൗന്ദര്യം നോക്കിയിട്ടാണല്ലോ എന്ന് ശപിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പാലാഴി മഥനമൊക്കെ ഉണ്ടായത്. പാലാഴി ഇവരെല്ലാ ദേവന്മാരിലൊക്കെ ജരാനരകൾ വയസ്സായി. ഇവരെന്ത് ചെയ്തു, മഹാവിഷ്ണുവിനെ കണ്ടു. എന്താ ചെയ്യേണ്ടേ ഭഗവാനെ ചോദിച്ചു. ഭഗവാൻ എന്താ പറഞ്ഞത്, പാലാഴി കടഞ്ഞ് അമൃതെടുത്തോണ്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വേഗം എന്ത് ചെയ്തു, മേരുപർവ്വതം വെച്ച് വാസുകിയെ വടമായിട്ട് വെച്ച് ദേവന്മാർ തന്നെ ജയിക്കില്ല, ഒക്കെ അസുരന്മാരെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് അമൃതം ഉണ്ടായത്. അതൊരു കഥയാണ്. പക്ഷേ ഈ അമൃതം എന്ന് പറയുമ്പോൾ, പാലാഴി കടയാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കടഞ്ഞെടുത്ത് നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം. അതാണ് ഇതിൻ്റെ അർത്ഥം തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് അമൃതാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ മനസ്സിലെ മോശമായ ചിന്തകൾ മാറ്റി അതിനെ കടഞ്ഞെടുത്ത് നല്ല ചിന്തയിലേക്ക് വരാം.